بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന വീഥിയിലെ ഏറ്റവും വലിയ വ്യക്തി പ്രഭാവവുമായ ഷെയ്ഖ് ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ലോകത്തെ മഹാനവറുകളെ നിരന്തരം സ്മരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റബീഉൽ ആഖിർ മാസം വന്നു കഴിഞ്ഞാൽ ആ മഹാന്റെ ഓർമ്മ ദിനമാണ്. റബീഉൽ ആഖിർ 11 മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. ഒരു സാധാരണ വലിയ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു മഹാപണ്ഡിതൻ എന്ന രീതിയിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു വലിയ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു നിയോഗമായിരുന്നു ഷെയ്ഖ് ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടേത്. ആത്മീയ ശക്തിയെക്കുറിച്ച് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസം നമുക്ക് നിർബന്ധമാണ്. ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശക്തി. ആത്മാവിന് ശക്തി കൊടുക്കുകയും ആത്മാവിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ഇബാദത്ത് എന്ന് പറയാം. അത് ആത്മാവിൽ എത്തണം. ആത്മാവിൽ അതുകൊണ്ട് ഗുണമുണ്ടാവണം. അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം മുഴുവനും ആത്മാവിനോടാണ്. ശരീരം നശ്വരമാണ്, പക്ഷെ ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് അതുല്യമാണ്. ആത്മാവിന് നമ്മൾ പറയും റൂഹ് എന്ന്. ഇത് ഇല്ല എന്ന് പറയുന്നത് അതിനെ കാണാത്തതിന്റെ പേരിലാണെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച്. ഇല്ല എന്ന് പറയുന്നില്ല ആരും. കാണാത്തതിന്റെ പേരിൽ ഇല്ല എന്ന് പറയുന്നില്ല. ആത്മാവ് ഉണ്ട്. അത് ഏത് നിരീശ്വരവാദിയും യുക്തിവാദിയും അംഗീകരിക്കുന്നുണ്ട്. ആത്മാവ് ഉണ്ട് എന്നത്. റൂഹ് എന്നാ പറയുന്നത്. റൂഹിന് ശക്തി കൊടുക്കലാണ് നമ്മുടെയും ഈ സംഗമം കൊണ്ട് ഉള്ള ഉദ്ദേശം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാവിന് ശക്തി കൊടുക്കാം. അങ്ങനെ ആത്മാവിന് ശക്തി കൊടുത്തോടത്ത് മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ചർച്ചയാവുകയാണ്. ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിക്കാനുള്ള കാലയളവിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ അകത്ത് കയറൽ മുഖേന മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല. ആത്മാവിന്റെ ശക്തി അതിനപ്പുറത്തേക്കുണ്ട്. ഖബറിൽ കടന്നാലും ആത്മാവിന് ശക്തിയുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. സവാഅൻ മഹ്യാഹും വ മമാതുഹും എന്ന്. ആത്മാവിന് ശക്തി കിട്ടിയ ആൾക്ക് ഖബറിൽ കടന്നാലും ജീവിച്ചിരുന്നപ്പോ ഏതുപോലെയാണ് അതുപോലെ തന്നെയാണെന്നാ പറഞ്ഞത്. ഈ ആത്മാവ് ഇല്ലാതിരുന്ന ശരീരം ഒരു ചർച്ചയ്ക്ക് യോഗ്യമായ വസ്തുവേ അല്ല, ശരീരത്തിനല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് കളിമൺ സത്തയിൽ ആ രൂപത്തിൽ മനുഷ്യക്കോലത്തിലായി റൂഹ് ഇല്ലാതെ മഹാനവറുകൾ 40 വർഷം കിടന്നു എന്നതാണ്. ആ 40 വർഷത്തിൽ റൂഹ് ആ ശരീരത്തിലില്ല. ആ ശരീരം റൂഹ് വരുന്നതിന് മുമ്പ് ഒരു പ്രസ്താവയോഗ്യമായ ഒന്നുമേ അല്ല. ആത്മാവില്ലാത്ത ശരീരം പറയപ്പെടാൻ പറ്റിയ ഒന്നുമേ അല്ല. ഖുർആൻ അങ്ങനെ ഒരു കാലം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ട്. ആത്മാവില്ലാത്ത ശരീരം. ആത്മാവാണ് എല്ലാം. ആത്മാവിനെ പറയപ്പെടുന്നത് അള്ളാഹുവിലേക്ക് ചേർത്തിട്ട ആത്മാവിന്റെ ശക്തിയാണ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആത്മാവിന് ശക്തി ഉണ്ടാകുന്ന ഒരു വലിയ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചാൽ ആത്മാവിന് ശക്തി കിട്ടുന്ന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാവിന്റെ ശക്തിയല്ലേ ഇങ്ങനെ മുഖത്തിന്റെ ഏറ്റവും മൃദുലമായ ഭാഗങ്ങളിലൂടെ ഇളംചോരകൾ ഇങ്ങനെ പൊടിഞ്ഞു ഒഴുകി ഒഴുകി വരുമ്പോഴും ഫലസ്തീനി മക്കൾ പറയും അല്ലാഹു അക്ബർ. എന്തൊരു പവറാണ് ആ പറച്ചിൽ. ആ കുഞ്ഞ് ആത്മാവിന് കിട്ടുന്ന ഒരു ശക്തി, ആ തർബീയത്തിലൂടെ കിട്ടിയ ശക്തി അത്ഭുതപ്പെടുത്താണ് ആത്മാവ്. ആത്മാവ് എവിടെയും അത്ഭുതമാണ്. ആത്മാവിനെ പറഞ്ഞതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ്. إني خالق بشرا من صلصال من حمأ مسنون. മൺകലത്തിൽ ഇങ്ങനെ മുട്ടിയ ശബ്ദം കേൾക്കും. മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ചൂളയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സാധനം അത്. അതുപോലെ മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന ഉൽപ്പന്നത്തെ നിർമ്മിക്കാൻ ഉപയോഗിച്ച ചെളി അഥവാ മണ്ണ്, അതിൽ നിന്നാണ് ഞാൻ മനുഷ്യനെ പടയ്ക്കുന്നത്. ഈ വിവരം മലക്കുകളോട് പറഞ്ഞു അള്ളാഹു. ഖുർആന്റെ ആയത്താണത്. അങ്ങനത്തെ ഒരു വസ്തുവിൽ നിന്നാ മനുഷ്യനെ പടച്ചത്. ആ ഒരു ശക്ലിൽ, ആ ഒരു സ്ട്രക്ചറിൽ അള്ളാഹു റൂഹ് കൊടുത്തു. ഫൈദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ആ സ്ട്രക്ചറിലേക്ക് എന്റെ റൂഹിൽ നിന്നും അല്പം ഞാൻ ഊതി എന്നാ പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്. അള്ളാഹ് പറയാ എന്റെ റൂഹിൽ നിന്നും അല്പം ഊതി. ആ അല്പം അവിടെ വന്നിട്ടുണ്ട്, അതിന് ശക്തി കൊടുക്കണം. അള്ളാഹുവിലേക്ക് ചേർത്ത് 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 അതിന് ശക്തി കൊടുക്കുക എന്നുള്ളത്. റൂഹിന്റെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. റൂഹ് അതുല്യമാണ്, അവാച്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു തീമിയുടെ ശിഷ്യൻ അൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മഹാഗ്രന്ഥമായ കിതാബ് റൂഹ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ അകത്ത് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒരുപോലെ പറയുന്ന പ്രയോഗത്തെ ചർച്ച ചെയ്തുകൊണ്ട്. മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി ഒരുപോലെ പറയുന്ന പ്രയോഗമാണ് അസ്സലാമു അലൈക്കും എന്നത്. യാ ദാര ഖൗമിൻ മുഅ്മിനീൻ അല്ലേ, മരണപ്പെട്ടവർക്കും അസ്സലാമു അലൈക്കും എന്നാണ്, നേരെ ജീവിച്ചിരിക്കുന്ന ആൾക്കും അസ്സലാമു അലൈക്കും എന്നാണ്. ഇബ്നു തീമിയുടെ ശിഷ്യന്റെ ഉദ്ധരണി തന്നെ പറയാൻ കാരണം വസ്തുതയിൽ ആർക്കും ഒരു നിഷേധാത്മകമായ നിലപാടുകൾ ഇല്ല. അപ്പൊ ഈ ഒരു പ്രയോഗത്തോടു കൂടെയാണ് അദ്ദേഹത്തിന്റെ കിതാബ് റൂഹിന്റെ സമാരംഭം. ബൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരപ്പെടുന്ന സംഭവം ഖുർആനിൽ ചർച്ചയാണല്ലോ. അവിടെ ഇഫ്രീത്ത് പറയുന്നുണ്ട്, ഞാനത് കൊണ്ടുവരാം. ഇഫ്രീത്താരാ? ജിന്നുകളിൽ പ്രമുഖൻ, പ്രധാനി, ജിന്നുകളുടെ കൂട്ടത്തിൽ തന്നെ മിടുക്കൻ. സഭ പിരിയുന്നത് പ്രഭാതം മുതൽ മധ്യാഹ്നം വരെയാണ്. ഏകദേശം ഒരു 6 മണിക്കൂറാണ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെ സഭ. അത് പിരിയുന്നതിന് മുമ്പ് 6 മണിക്കൂറിനുള്ളിലായിട്ട് 1000-ൽ പരം കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ഞാൻ നയന മനോഹരമായ സിംഹാസനത്തെ ഇവിടെ കൊണ്ടുവന്ന് ബൽക്കീസിനെ ഞെട്ടിപ്പിച്ച് കളയാം. ബൽക്കീസ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. സ്വാഭാവികം, ഇതൊരു മോഷണമല്ലേ ഉസ്താദ് എന്ന് ചിന്തിക്കൊന്നും വേണ്ട. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യുദ്ധമുഖത്തിലാണ് ബൽക്കീസിന്റെ ആഗമനം. യുദ്ധസന്ദർഭത്തിൽ ശത്രുപക്ഷത്തെ സമ്പത്ത് കൈയടുക്ക എന്നത് യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ഗനീമത്തിന്റെ ഭാഗമായി ചേർക്കപ്പെടുന്നതാണ്. ഈ സിംഹാസനത്തെ കൊണ്ടുവരപ്പെടലും ഗനീമത്തിന്റെ ഭാഗമായി ചേർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അത് മോഷണമല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഇർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ബൽക്കീസും അവരുടെ പരിവാരങ്ങളും ഇവിടെ എത്തിയാൽ മുസ്ലിമാവും. കാരണം അത്രയും അത്ഭുതം അവർ കാണാൻ പോകുന്നത്. കീഴടങ്ങലല്ലാതെ ഒരു മക്കം ഫതഹിന്റെ പൂർവകാല സ്മരണ പോലെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ ഏറ്റവും മനോഹരമായ തന്ത്രങ്ങൾ അവർ മുസ്ലിമായി ഇവിടെ എത്തും. അതിനു മുമ്പേ അവരൊന്ന് ഞെട്ടിക്കണം. വരുന്ന വഴി മുഴുവനും സ്വർണത്തിന്റെ ഇഷ്ടികകൾ നിരത്തി, നമ്മളൊക്കെ എന്റർലോക്ക് വിരിക്കുന്ന പോലെ ബൽക്കീസ് കാല് വെക്കുന്നിടത്ത് മുഴുവൻ സ്വർണത്തിന്റെ ഇഷ്ടിക. ഞെട്ടിച്ചു.
ഇവിടെ ഇത്രയും വലിയ സംഭവ ബഹുലമായ ഒരുക്കങ്ങൾക്കിടയിൽ ഇനി ഇവിടെ ഒരുങ്ങാനുള്ളത് ബൽക്കീസിന്റെ മുന്നിൽ അവരുടെ തന്നെ ഒരു സിംഹാസനത്തെ നിമിഷാർദ്ധങ്ങളിൽ ഇവിടെ എത്തിക്കുക എന്ന ആവശ്യം. അത് ശരീരം കൊണ്ട് നടക്കോ? ജിന്നിന്റെ ശരീരത്തിന് നടക്കും എന്ന് ജിന്നു പറഞ്ഞു. പക്ഷെ മണിക്കൂർ വേണം, 6 മണിക്കൂർ വേണം അതിവിടെ എത്തിക്കണമെങ്കിൽ. ഖുർആനാണ് കേട്ടോ ഇത്. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ഇഫ്രീത്ത് പറഞ്ഞു, ജിന്നുകളിലെ പ്രധാനിയായ ഇഫ്രീത്ത് പറഞ്ഞു, അന ആതീക ബിഹി, ഞാനത് ഇവിടെ കൊണ്ടുവരാം. ഖബല അൻ തഖൂമ മിൻ മഖാമിക, ഈ സഭ പിരിയുന്നതിന് മുമ്പേ. വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, എനിക്കതിന് കഴിയും, ഒരു ജിന്നിന് കഴിയും എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു സ്വാലിഹായ മനുഷ്യന്റെ റൂഹിന് കഴിയും എന്നതാ സുലൈമാൻ നബി പ്രതീക്ഷിക്കുന്നത്. പോരാ, ഇഫ്രീത്തിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴുണ്ട് ഒരു മഹാനനെ എഴുന്നേറ്റ് നിന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി രേഖപ്പെടുത്തുന്നുണ്ട്, മഹാനായ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന വലിയ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ, അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേട്ടോളൂ. ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഇൽമിന്റെ അല്പമേ ഉള്ളൂ. ഇൽമും മിനൽ കിതാബ്, തബ്ഈലിന്റെ മഅന എന്ന് പറയും മിന്നിന്. ഇൽമിൽ നിന്നും അല്പം നുകരാൻ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി നോക്കാം, മരണം വരെ മുതഅല്ലിമായിരിക്കൂല അല്ലാഹുവിന്റെ വലിയ. അദ്ദേഹം പറഞ്ഞു, അലാതീക ബിഹി ഖബല യർതദ്ദ ഇലൈക തുർഫുക, തൊറഫ് മടങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. തൊറഫ് കൺപോള, കണ്ണ് ചിമ്മ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തുറന്നത് അടഞ്ഞ് പിന്നെയും തുറക്കലിനാ ചിമ്മുക എന്ന് പറയാ. അങ്ങനെയല്ല പറഞ്ഞത്, ഒന്നുകിൽ തുറന്നത് അടയ അല്ലെങ്കിൽ അടഞ്ഞത് തുറക്ക. കണ്ണ് ചിമ്മുന്നതിന്റെ പകുതി നമ്മൾ അതിന് 1 സെക്കൻഡ് എന്ന് വെച്ചോ. ഖബല അൻ യർതദ്ദ ഇലൈക തുർഫുക എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡ് പോലും വേണ്ട കണ്ണ് ചിമ്മി തുറയാൻ, അടഞ്ഞു തുറയാൻ. അതിന്റെ പകുതിയാണ് ഇർത്തിദാദ് തുർഫ് എന്ന് പറയാം. അതിന്റെ മുമ്പ്, അതായത് മൈക്രോ സെക്കൻഡിനേക്കാളും താഴെ എന്ന് പറയുന്ന ഒരു സമയത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരാം. ആ കൊണ്ടുവരാം എന്ന് പറഞ്ഞ പ്രയോഗം അന ആതീക, ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. ആ ഞാൻ എന്നതിലേക്ക് എത്തി ഒരു വലിയന്റെ പദവി. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, ഖാല റസൂലുള്ളാഹി, സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കുന്ന മഹാനായ വലിയന് കിട്ടുന്ന ഒരു പദവിയാണിത്. അല്ലാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കുന്ന മഹാനായ വലിയന് കിട്ടുന്ന ഒരു പദവിയാണ് ഞാൻ എന്ന തലത്തിലേക്ക്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ തആല ഖാല, ഒരു ഖുദ്സിയായ ഹദീസ്, മൻ അദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ വലിയനോട് ശത്രുത പുലർത്തുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനമേ. ഖാല റസൂലുള്ളാഹി, എന്റെ വലിയ ആരാ? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫതറദതു അലൈഹി, ഫർളുകൾ മുഴുവൻ അമലിന്റെ രംഗത്ത് പൂർണ്ണമായവനാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതായത് ശരീഅത്ത് പൂർണ്ണമായി. അതുപോലെ തന്നെ وما يزال عبدي يتقرب الي بالنوافل حتى احبه, സുന്നത്തുകൾ പൂർണ്ണമായും ചെയ്യുന്നവനാ. ഞാൻ നേരത്തെ പറഞ്ഞു, അമൽ കൊണ്ടാണ്, അതിന്റെ പരിപൂർണത കൊണ്ടാണ് ആത്മാവിന് ശക്തി കൊടുക്കാൻ കഴിയുക. അങ്ങനെ ശക്തി കൊടുത്തോടുത്ത ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചർച്ചയാകുന്നത്. എന്റെ അടിമ സുന്നത്തുകൾ കൊണ്ട്, അതായത് ശരീഅത്തിന് ശേഷം അല്ലാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കാൻ കഴിയുന്ന സുന്നത്തുകളുടെ ക്രോഡീകരണം, അതിന് ത്വരീഖത്ത്, വഴി എന്ന് പറയും. അതിലൂടെ പൂർത്തീകരണം സംഭവിച്ച ആള്. അങ്ങനെ വന്നാൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. അല്ലാഹുവിന്റെ ഇഷ്ടം അങ്ങനെ കിട്ടിയ ഇഷ്ടദാസനായി കഴിഞ്ഞാൽ ഹബീബ് പറയുന്നു, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന്റെ കേൾവി, അവൻ കേൾക്കുന്ന കേൾവി ഞാൻ ആയിത്തീരും. ഞാൻ ആ പറഞ്ഞ ഞാനായിത്തീരും. അവന്റെ കണ്ണ് ഞാനായിത്തീരും, അവന്റെ നാവ് ഞാനായിത്തീരും, അവന്റെ കൈ ഞാനായിത്തീരും, അവന്റെ പാദം ഞാനായിത്തീരും.
അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. എന്തിൽ നിന്നും അവൻ അഭയം തേടിയാലും ഞാൻ അവന് കാവൽ നൽകും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയ ആൾക്ക് പറയും അയാള് പറയും ഞാൻ. അത് അള്ളാഹു പറയിപ്പിക്കുന്ന ആ ഞാൻ എന്നത് അള്ളാഹുവിലേക്ക് ലയിച്ച ഭാവമാണ്. ആസഫ് ഇബ്നു ബർഖിയ അങ്ങനെ തന്നെയാ പറഞ്ഞതെന്ന് ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ ആയത്തുകൾ അനാതീക ബിഹി ഖബ്ല യർതദ്ദ ഇലൈക തുർഫുക. മൈക്രോ സെക്കൻഡ് വേഗതയിൽ ടൺ കണക്ക് ഭാരമുള്ള വലിയ സിംഹാസനം ഉലയാതെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ ആ ഞാൻ എന്ന് പറഞ്ഞ ഭാവം അത് റൂഹിന്റെ ശക്തിയാ, ആത്മാവിന്റെ ശക്തിയാ. ഒരു മഹാനായ വലിയന്റെ തർബിയത്ത് വഫാത്തോടുകൂടെ തീരുന്നില്ല. കേട്ടോളൂ, മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അവിടുത്തെ അൽ മത്വാലിബുൽ ആലിയ ഫി ബയാനി കൈഫിയത്തുൽ ഇന്തിഫാഇ ബി സിയാറത്തുൽ ഖുബൂരി വൽ മൗതാ എന്ന കിതാബിൽ പറയുന്നത് കാണാം. ഇന്നൽ ഇൻസാന ഇദാ ദഹബ ഇലാ ഖബ്രി ഇൻസാനിൻ ഖവിയ്യിൻ നഫ്സി കാമിലുൽ ജവാഹിർ. അവയവങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച ഒരു മഹാനായ മനുഷ്യനെ മറവ് ചെയ്ത ഖബറിടത്തിന്റെ സമീപത്ത് മറ്റൊരാൾ എത്തിയാൽ, ഇബാറത്ത് വായിച്ചിട്ടാ ഞാൻ പറയുന്നത്, ഇമാം റാസിയുടെ മത്വാലിബുൽ ആലിയ എന്റെ കയ്യിലുണ്ട്. അവയവങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച മഹാനായ മനുഷ്യൻ മറവ് ചെയ്യപ്പെട്ട ആ മണ്ണിന്റെ സമീപത്തേക്ക് മറ്റൊരാൾ സിയാറത്തിന് ചെന്നാൽ എന്താ അവയവത്തിന്റെ ദൗത്യം? ഈ കൈകൊണ്ട് ഹറാമ് ഞാൻ ചെയ്യൂല എന്ന് അള്ളാന്റെ മുന്നിൽ ശപഥം ചെയ്ത് അതുപോലെ ജീവിച്ച മഹത്തുക്കൾ. ഈ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കാണൂല, അവയവത്തോടുള്ള ദൗത്യ പൂർത്തീകരണമാണ്. അതുപോലെ തന്നെ ജീവിച്ച ഹറാമുകളെ ഒഴിവാക്കി അള്ളാഹു കൂലി കൊടുക്കുന്ന കാര്യങ്ങളെ കണ്ണുകൊണ്ടും കൽബുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്ത് പൂർത്തീകരിച്ച് അവസാനം കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അല്ല കാതായി തീരും, അല്ല കണ്ണായി തീരും, അല്ല കൽബായി തീരും, അല്ല കയ്യായി തീരും എന്ന് പറയുന്നോടത്ത് എത്തുന്ന പദവിയിലുള്ള ആൾക്ക് പറയും അവയവങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച മഹാൻ. ആ കയ്യിൽ അത്ഭുതം വരും. രണ്ട് സ്വഹാബികൾ നടന്നു പോകുമ്പോൾ കൂരിരുട്ട. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. പുണ്യ നബിയുടെ സദസ്സിൽ നിന്നും രണ്ട് സ്വഹാബികൾ പിരിഞ്ഞു പോകുമ്പോൾ കൂരിരുട്ട. രണ്ടുപേരും പോകുന്ന വഴിയിൽ അവർക്ക് മുന്നിൽ വെളിച്ചമേകിയത് വിരൽ തുമ്പുകളാണെന്ന് സ്വഹീഹുൽ ബുഖാരി. രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിയുമ്പോഴും രണ്ടായി വെളിച്ചവും തിരിഞ്ഞു. അവരുടെ മുന്നിൽ അവരുടെ കൈകൾ അള്ളയായി തീർന്നു എന്ന് പറയുന്ന പദവി. പാപം ചെയ്യാത്ത കൈകൾ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്ത കൈകൾ, അമലിൽ വ്യാപൃതമായ കൈകൾ. ഖൽബിലേക്ക് കിട്ടുന്നതായ ഒരു വല്ലാത്ത നൂറാനിയത്തുണ്ട്. അത് അള്ളാഹു പ്രസരിപ്പിക്കുന്നത്, അള്ളാഹു അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു വലിയ അത്ഭുതത്തിലൂടെ. ആസഫ് ഇബ്നു ബർഖിയ പറഞ്ഞ പോലെ റൂഹിന്റെ ശക്തി കൊണ്ട് ഞാൻ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ പോലെ. എന്നിട്ടത് എത്തിയോ മുസ്ലിയാരെ? എത്തിയെന്നാണല്ലോ ഇപ്പൊ ഖുർആനിലുള്ളത്. ഫലമ്മാ റആഹു മുസ്തഖറൻ ഇൻദഹു, സുലൈമാൻ നബി കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവിടെ ഉറപ്പിച്ചു വെച്ചു. എവിടെയും കൊണ്ടൊന്നും ഇടല്ല ചെയ്തത്, അത് ഉറപ്പിച്ച് സ്ഥാപിക്കേണ്ടടുത്ത് സ്ഥിരമായി സ്ഥാപിച്ചു. ഇത് കണ്ട മഹാനായ സുലൈമാൻ നബി പറയാൻ തുടങ്ങി, ഹാദാ മിൻ ഫളി റബ്ബി, അള്ളാഹു കനിഞ്ഞേകിയാൽ മാത്രം, അവന്റെ ഫളൽ ഔദാര്യം കൊണ്ട് മാത്രം ഒരാൾക്ക് പദവി കിട്ടൂ. അള്ളാഹു ആ പദവി തന്നില്ലലും കിട്ടിയോടത്തിലേക്കൊന്ന് ചേർത്ത് തരട്ടെ. എല്ലാരും ആമീൻ പറയൂ. യൂസുഫ് നബി അങ്ങനെ ദ്വാരുന്നത്, പറഞ്ഞത് എന്നെ സ്വാലിഹാക്കണം എന്നല്ല ദ്വാരുന്നത്, സ്വാലിഹീങ്ങളുണ്ട് അങ്ങോട്ടൊന്ന് ചേർത്തേക്കണേ എന്നാ. കൊട്ടടക്ക വിൽക്കാൻ പോകുമ്പോ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും. അടക്ക 200 രൂപയാണ് കിലോ വില എങ്കിൽ അതിന്റെ നിറവും ഗുണവും ഉള്ള 1-2 അതിലില്ലാത്തതിന്റെ അത്രയും. നിറവും ഗുണമുള്ളതിന്റെ കൂടെ അതിനങ്ങോട്ട് ചേർത്ത് വിട്ട ചാക്കും കെട്ടിൽ അതും പോയിക്കോളും ആ വിലക്ക്. സ്വാലിഹീങ്ങളോട് ചേർക്കാൻ ദ്വാരക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞത്. ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം,
മഹാന്മാര് പോയ വഴിക്ക് ഞങ്ങളെയും ചേർക്കണേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തവരുടെ വഴിക്ക് ചേർക്കണേ. അല്ലാഹു ചേർക്കട്ടെ. അങ്ങനെ മഹാനായ ഒരു വലിയനെ മറവ് ചെയ്ത മണ്ണിൽ നിന്നും ഒരു മനുഷ്യൻ അവിടെ സന്ദർശനം നടത്തുമ്പോൾ കുറച്ചു നേരം അവിടെ നിന്നാ മതി. നിന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു ചലനം ഹൃദയത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാസ്മരികമായ ഒരു റൂഹിയായ ബന്ധം ഖബറിൽ കിടക്കുന്ന വലിയനെ കൊണ്ട് ഉണ്ടാവാം. കാരണം അവിടെ ഒരുപാട് പോസിറ്റീവ് എനർജിയാ എന്താ പോസിറ്റീവ് എനർജി? ഇലാഹി ചിന്ത. ആ പോസിറ്റീവ് എനർജി മണ്ണിൽ ലയിക്കുന്നതല്ല, അതവിടെ ഉണ്ട്. അതവിടെ നിന്നാൽ തന്നെ മനസ്സിന് ചെന്ന് നിൽക്കുന്നവന്റെ മനസ്സിന് ഒരു റാഹത്ത് കിട്ടും. തഅ്സീറുൻ ഫീ നഫ്സിഹി ഹീന ഹസല മിന സായിർ തഅല്ലക ബിസിയാറത്തി തിൽക തുർബ. ആ മഹാൻ കിടക്കുന്ന മണ്ണിനൊരു കറാമത്തുണ്ടെന്ന് എന്റെ വക പറഞ്ഞതല്ല. ഇമാം റാസിയുടെ അൽ മതാലിബുൽ ആലിയ ഫി ബയാനി കൈഫിയത്തുൽ ഇന്തിഫാഇ ബിസിയാറത്തിൽ ഖുബൂരി വൽ മൗതാ എന്ന ഗ്രന്ഥത്തിൽ. ഇമാം റാസി ഒന്നും ചില്ലറക്കാരനല്ലല്ലോ. അപ്പൊ നമ്മൾ കാണാത്ത ഒരു വലിയ മാസ്മരികമായ ബന്ധം ഈ റൂഹിലൂടെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈഖ് ജീലാനി ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ വലിയാണല്ലോ, അള്ളാഹുവിന്റെ ഖുതുബാണല്ലോ. അബൂ ഹസൻ അലി അന്നദ്വി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് എല്ലാ കൊല്ലവും നമ്മൾ പറയാറുണ്ട്. അതെന്റെ കയ്യിലുണ്ട്. 4 വാള്യം. അതിൽ ഒന്നാമത്തെ വാള്യത്തിന്റെ 200 മുതലുള്ള പേജ് 92 പേജ് പറയുന്നത് സാക്ഷാൽ നദ്വി സാഹിബിന്റെ കൈപ്പടയിൽ പിണഞ്ഞതായ ചരിത്രമേ ശൈഖ് ജീലാനി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുത്തത് ഒരു സ്വഹാബിയല്ല, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അങ്ങനെ ഒരാളെ ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരാളെ എല്ലാ കൊല്ലവും ഒരു വിശ്വാസി ഓർത്തു പോവൂലേ? ചെറിയ ഫളലല്ലാതെ നദ്വി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് പരിഭാഷകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. ഈ കിതാബ് മാത്രം പരിഭാഷ കാണുന്നതുമില്ല. അത്രയും ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരാൾ രാവിലെ മുതല് OP-യിലിരിക്കുന്ന ഡോക്ടറെ പോലെ ഇരുന്ന് നടക്കൂല. അത്രയും ആളുകൾ ഈ മഹാന്റെ വഴന്ന് കേട്ടാൽ അല്ലാ എന്ന ബോധ്യപ്പെടൽ ഉണ്ടാവണമെങ്കിൽ ആ നാവിൽ ഒരു നൂറാനിയത്ത് അല്ലാഹ് കൊടുക്കണം. അങ്ങനെയാണ് നായന്നരുളാലേ ഇൽമ് പറയുമ്പോൾ നാവിന്നു നേരെ ലീവീറങ്ങുന്നവർ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനവരുകൾ ഓർക്കപ്പെടുന്നിടത്ത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഈ മഹാനെത്തിയത് റൂഹിന്റെ ശക്തി കൊണ്ട്, റൂഹിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തികൾ കൊണ്ട്. നമുക്കും കഴിയണേ, നമുക്കതങ്ങനെ അത് കഴിയണേ. എങ്ങനെ കഴിയും? അമലിന്റെ രംഗത്ത് നമ്മൾ കൃത്യമായ ഒരു കൃത്യനിഷ്ഠയെ ചിട്ടപ്പെടുത്തിയെടുക്കാം. സുന്നത്തുകളെ അവഗണിക്കാതിരിക്കാം, അതുപോലെ ഹറാമുകളെ പരിപൂർണമായും അവഗണിക്കാം. ഇങ്ങനെ ഒരു ശക്തി കൊണ്ട് പലരെയും കീഴടക്കിയിട്ടുണ്ട്. ഒലിച്ചിറങ്ങുന്നതായ ഇളം രക്തം ഫലസ്തീനി ബാലൻ അല്ലാഹു അക്ബർ പറയാൻ കൊടുത്ത ശക്തി, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹു അക്ബറിന്റെ ആഴം, അത് റൂഹിന്റെ ശക്തിയാ. പട്ടിണി കിടന്ന മോനാ അല്ലാഹു അക്ബർ വിളിച്ചത്. പട്ടിണി കിടന്ന കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദമാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫലസ്തീനിന്റെ പൊടി പുരണ്ട പതാക ഉയർത്തിപ്പിടിച്ചത്. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചവരല്ല, കുഴിമന്തി കഴിച്ചവരല്ല, നമ്മൾ കഴിക്കുന്ന പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ചവരോ അല്ല. എത്രയോ ദിവസം അവർക്ക് പട്ടിണിയായിരിക്കാം, എത്രയെത്ര ഹോസ്പിറ്റലുകൾ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവാം. എന്നാലും ഇനി എവിടേക്ക് എന്ന് ചോദിച്ചു പോവാൻ ഒരു ഇടവുമില്ല. അഭയാർത്ഥി ക്യാമ്പിലാടോ ബോംബ് സ്ഫോടനം, അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ട്. ശൈഖ് ജീലാനിയെ ഓർക്കുന്നോടത്തും ആ പോസിറ്റീവ് തന്നെയാ പറയാനുള്ളത്. ജീവിതത്തിന്റെ ആർഭാടത്തിൽ വിരഹിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടാതെ പോയതും ആ
ആ പോസിറ്റീവാ. ഒരു മഹാനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ആ പോസിറ്റീവ് നശിക്കുന്നില്ല. ആ നശിക്കാത്ത പോസിറ്റീവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാരക്നാ ഹൗല. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുപാടും ആ പോസിറ്റീവ് ഉണ്ടെന്ന് ഖുർആൻ. ബാരക്നാ ഹൗല. പള്ളിയെ പറഞ്ഞിട്ട് പിന്നെ പള്ളിപ്പറമ്പിനാ പറഞ്ഞത്. ഒന്നാം സ്ഥാനത്തുള്ള പള്ളിയിൽ നിന്ന് മൂന്നാം സ്ഥാനത്തുള്ള പള്ളിയിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്തുള്ള പള്ളിക്ക് ഇല്ലാത്ത എന്തോ ഒന്ന് മൂന്നാം സ്ഥാനത്തെ പള്ളിക്കുണ്ട്. അത് ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ തല്ലുകൂടും. ബാരക്നാ ഹൗല. ഇമാം റാസി രേഖപ്പെടുത്തി ബി ഖുബൂരിൽ അംബിയ. അമ്പിയാക്കളുടെ ഖബറിൽ ആ പോസിറ്റീവ് ഉണ്ട്. ഒരു വലിയ യാത്രക്ക് പോവാ, നിരാശാജനകമായ ഒന്ന് കേട്ടിട്ട് ഒരു യാത്രക്ക് പോയ യാത്ര ഹലാക്കാവും. നല്ല ഏകാഗ്രതയിൽ പോയി ഒരു പുരുഷായുസ്സിൽ കണ്ടതിൽ ഏറ്റവും വലിയ കാഴ്ച കാണാനും ഖിയാമത്ത് നാള് വരെ നടക്കാനുള്ളത് പറയാനും എവിടെന്ന് കണ്ടോ അവിടെ വരെ ലോകത്ത് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെ ബോധ്യപ്പെടാനും. മിഅ്റാജ് അങ്ങനെയാണല്ലോ, കഴിഞ്ഞു പോയതും വരാനുള്ളതും ആണല്ലോ മിഅ്റാജ്. ഒരു മനുഷ്യൻ അങ്ങനെ പ്രാപ്തനാവണമെങ്കിൽ ഒരു പോസിറ്റീവ് വേണം. ബാറക്നാ ഹൗല ബി ഖുബൂരിൽ അംബിയ. അതിനാ മൂന്നാം സ്ഥാനത്തെ പള്ളിയിലേക്ക് പോയത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ചിന്തിക്കാൻ, പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, കണ്ണിൽ സൂചി കൊണ്ട മകൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയനായിരിക്കുന്നു. അല്ലാഹുവേ, ആപത്തുകളില്ലാതെ അവയവത്തിന് വൈകല്യങ്ങളില്ലാതെ ആ ഓപ്പറേഷൻ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ചികിത്സ ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, മർഹൂം പന്തലാംകുളം അബ്ദുസലാം സാഹിബിന്റെ ഭാര്യ ബീവി കുഞ്ഞ് എന്ന ഉമ്മ സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ മകൻ അഷ്റഫ് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ഖൈറായ രീതിയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, RCCയിൽ ചികിത്സയിൽ കഴിയുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ആ ശരീരത്തിൽ അത്ഭുതത്തിന്റെ നവജീവൻ വരണമല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ വേണമല്ലാ. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന 2 മക്കള് അവരുടെ സ്വഭാവ ശുദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് സഹോദര സമുദായത്തിലെ അമ്മമാര് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ മക്കളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, സമൂഹത്തിന് ഉപകാരമുള്ള നല്ല ചിന്തയുള്ള നല്ല മക്കളാക്കണേ അല്ലാ. ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിശ്ചയിക്കപ്പെട്ട വിവാഹം നടന്നു കാണാൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേൽപ്പിച്ചു. അല്ലാഹുവേ റബ്ബേ, തടസ്സങ്ങളില്ലാതെ വളരെ ഭംഗിയായ രീതിയിൽ ആ വിവാഹം നീ നടത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത ഉമ്മാക്കും വാപ്പാക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിന് 5-6 മാസമായി എന്തൊക്കെയോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. അല്ലാഹുവേ, ഈ മുബാറക്കായ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹീതമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന്റെ സങ്കടത്തിൽ നിന്നും നീ അവരെ കരകയറ്റണേ അല്ലാ. ഖത്തറിൽ ജോലിക്ക് ശ്രമിക്കുന്ന മരുമകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. കുറെ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് ശേഷം വീണ്ടും അവർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ എളുപ്പത്തിലാക്കണേ അല്ലാ, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്, മരുന്നുകൊണ്ട് മാറണം, ഭേദമാവണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ പ്രയാസമുള്ള പലരുമുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പലപ്പോഴും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ആ പ്രയാസത്തിൽ നിന്നും നീ കരകയറാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ.
അല്ലാഹുവേ പറയപ്പെട്ട സഹോദരന്റെ കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഐശ്വര്യത്തിലാക്കണേ അല്ലാ. വിദേശത്ത് ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കുന്ന മകൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പിതാവെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ മകന് നല്ല ജോലി കിട്ടാൻ, കടം വീടാൻ പ്രിയപ്പെട്ട ഒരു സഹോദരൻ റബ്ബേ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനെ, ആ സഹോദരന്റെ മകന് വിദേശത്തുണ്ടായിരുന്ന സ്ഥാപനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ നാട്ടിൽ നിന്നും പൈസ അയച്ചു കൊടുത്തിട്ടാണ് ഈ മാസം പിടിച്ചു നിൽക്കാനുള്ള ഒരവസ്ഥ വരെ എത്തിയതെന്ന് പറയുന്നു. കടങ്ങളുണ്ട് ആ കുടുംബത്തിൽ. റബ്ബേ നീ കരകയറ്റണേ അല്ലാ, കരകയറ്റണേ അല്ലാ. പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ പരിപൂർണ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരു ചിത്രവും കാണാൻ ഞങ്ങളുടെ മനസ്സിന് കരുത്തില്ലാത്ത വിധം ഫലസ്തീനിന്റെ ദാരുണമായ കാഴ്ചകൾ റബ്ബേ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കാ. ഞങ്ങളുടെ പാവപ്പെട്ട കൂടപ്പിറപ്പുകളെ നീ കാക്കണേ അല്ലാ. പടച്ച റബ്ബേ ആ കിരാതമേധം നടത്തുന്നവരെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ലോകത്തുള്ളതായ വൻകിട രാജ്യങ്ങൾക്ക് വാ തുറക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ഇസ്രായേലിന്റെ നരമേധത്തിന്റെ ഏറ്റവും അവസാനത്തേത് ഏതോ എന്ന് ചോദിച്ചാൽ 2023 പറയും വിധം നീ അവരെ തരം താഴ്ത്തി തകർത്ത് കളയണേ അല്ലാ. ലോകത്ത് ഏറ്റവും നിന്ദിക്കപ്പെടുന്നവൻ ഫലസ്തീനിലെ കൊച്ചുമക്കളുടെ ചോര കുടിക്കുന്നവനാവണേ അല്ലാ. ഫലസ്തീനികൾക്ക് റബ്ബേ നീ ഖൈർ നൽകുക അല്ലാ. ഷഹാദത്തിന്റെ പുഞ്ചിരി നൽകണേ അല്ലാ. പടച്ചോനെ റബ്ബേ ഇതൊക്കെ കാണുമ്പോ മനസ്സിൽ ഈമാൻ കൊള്ളാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. اللهم عذب الكفرة واليهودين اللهم عذب الكفرة واليهودين اللهم اهلك الظلمة والمشركين الذين يصدون عن سبيلك ويقاتلون أولياءك اللهم فرق جمعهم اللهم شتت شملهم اللهم قلل عددهم اللهم زلزل أقدامهم اللهم انصر جيوش المسلمين في فلسطين اللهم انصر جيوش المسلمين في فلسطين اللهم انصر المؤمنين في كل مكان اللهم طهر بيتك المقدس من اليهودين الغاصبين اللهم دمرهم يا قهار اللهم دمرهم يا قهار اللهم دمرهم يا قهار واهلكهم يا جبار ويا ذا الجلال والإكرام اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء فلسطين واجعل هذا البلد آمنا اللهم أصلح أحوال المسلمين في فلسطين اللهم أصلح أحوال المسلمين في فلسطين اللهم آمن روعاتهم اللهم آمن روعاتهم واشف مرضاهم وتقبل شهداءهم اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في حماس اللهم انتصر لهم من اليهود المحتلين اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا اللهم طهر المسجد الأقصى اللهم طهر المسجد الأقصى بملائكتك المقربين اللهم احفظ المسجد الأقصى اللهم اجعله سامحا عزيزا إلى يوم القيامة بفضلك وكرمك يا أكرم الأكرمين ويا خير الناصرين ويا خير الناصرين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.